നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കർശന ഉപാധികളോടെയാണ് ജാമ്യം. കേസിൽ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഒരു ഘട്ടത്തിൽ പൾസർ സുനിയുടെ അച്ഛൻ മരിച്ച സമയത്ത് മാത്രമാണ് ഒരു തവണ അയാൾക്ക് ജാമ്യം കിട്ടിയത്. ഈ 7.5 വർഷം പലതവണ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇയാൾ ഹർജി നൽകിയിരുന്നു. സുപ്രീം കോടതിയിലെ 2ാമത്തെ ഹർജിയിലാണ് ഇപ്പോൾ തീരുമാനമുണ്ടാകുന്നത്. ജാമ്യം അനുവദിക്കുന്നു. പക്ഷേ അതേസമയം കേസുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ, നിരീക്ഷണങ്ങളായി സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ്. അത് വെറും കേവലമായ നിരീക്ഷണങ്ങൾ മാത്രമായി നമുക്ക് കണക്കാക്കാനാകില്ല. അതിനപ്പുറം അതൊരു വിമർശനമായി തന്നെയാണ്, വിമർശന വിധേയമായ ചോദ്യങ്ങളായി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഈ ചോദ്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ വിമർശനങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ 90 ദിവസത്തിലധികം വിസ്തരിച്ചോ എന്നാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. പക്ഷേ അത് കേവലം 90 ദിവസമല്ല, 109 ദിവസമാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. എങ്ങനെയാണ് വിചാരണ മുന്നോട്ട് പോകുന്നത്? കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ എങ്ങനെയാണ് വിചാരണ മുന്നോട്ട് പോകുന്നതെന്ന് കോടതി ചോദിക്കുന്നു. അന്തിമവാദത്തിനായി എത്ര ദിവസമെടുക്കും എന്ന കാര്യവും കൂടി സുപ്രീം കോടതി ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വിചാരണ അവസാനിക്കാത്തത് എന്ന ചോദ്യം സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. എങ്ങനെ ഈ രീതിയിൽ ഇതിൻ്റെ വിചാരണ, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാകും? എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന ഗൗരവതരമായ ചോദ്യം സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു വിമർശനം എന്നത് 8ാം പ്രതിയുടെ അഭിഭാഷകൻ, 8ാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ ഇങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ദീർഘമായി വിസ്തരിച്ചത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ നിരവധിയായ വിമർശനങ്ങൾ സുപ്രീം കോടതി ഉന്നയിക്കുന്നു. ഇങ്ങനെ വിചാരണ 7.5 വർഷത്തിലധികമായി വിചാരണ നീളുന്നതിൽ ഉന്നയിക്കുന്നു. ഈ വിചാരണ ഇനിയും പൂർത്തിയാകാൻ ഇനിയും എത്ര സമയമെടുക്കും എന്ന കാര്യം കോടതി ചോദിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അടുത്ത നടപടിക്രമം എന്നത് ക്രിമിനൽ നടപടിക്രമത്തിലെ 313-ാം വകുപ്പ് അനുസരിച്ച് ഈ പ്രതികളെ വിസ്തരിക്കുക എന്നതാണ്. പ്രതികളോട് കോടതി ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നതാണ്. അക്കാര്യത്തിൽ ആദ്യം ചോദ്യം ഉന്നയിക്കേണ്ടത് 1ാം പ്രതിയായ പൾസർ സുനിയോടാണ്. പൾസർ സുനി ഇക്കാര്യത്തിൽ എന്തെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി നൽകും, ഏതെല്ലാം രീതിയിൽ പൾസർ സുനി നിലപാടെടുക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൾസർ സുനി ഏതെങ്കിലും രീതിയിൽ ദിലീപിന് അനുകൂലമായ രീതിയിലുള്ളൊരു നിലപാടെടുക്കുമോ, അല്ലെങ്കിൽ ആ രീതിയിൽ ആ സ്വഭാവത്തിലേക്ക് ഉത്തരങ്ങൾ മാറുമോ, കോടതി ചോദിക്കുന്ന ഉത്തരങ്ങൾ മാറുമോ എന്നതൊക്കെ പ്രധാനമാണ്. ഇത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയതിനാൽ, അടച്ചിട്ട കോടതി മുറിയിൽ ആയതിനാൽ നമുക്ക് അതിൻ്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യാനാവില്ല. അതിനപ്പുറം ഒരു വിധി വരുമ്പോഴായിരിക്കും ഈ കോടതി മുറിയിൽ എന്താണ് നടന്നത് എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയുണ്ടാവുക. പക്ഷേ കോടതി ഈ കേസിൽ, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉയർത്തുന്ന ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. 90 ദിവസത്തിലധികം ഉദ്യോഗസ്ഥനെ വിസ്തരിച്ചോ എന്ന് ചോദിക്കുന്നു. 8ാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ ഈ 261-ാം സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു എം പൗലോസിനെ ദീർഘമായി വിസ്തരിച്ചത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. എങ്ങനെയാണ് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിചാരണ മുന്നോട്ട് പോകുന്നതെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. അന്തിമമായ വാദത്തിന്, അതായത് സാക്ഷി വിസ്താരത്തിന് മാത്രം 7.5 വർഷം എടുത്തുവെങ്കിൽ അന്തിമമായ വാദത്തിന് എത്ര ദിവസമെടുക്കുമെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. അന്തിമവാദം എന്നത് ഈ സാക്ഷി വിസ്താരം കഴിഞ്ഞ് നേരെ അന്തിമവാദത്തിലേക്ക് പോവുകയല്ല. അടുത്തത് ഈ കേസിലെ പ്രതികളുടെ 12 പ്രതികളുടെയും 12 പ്രതികളോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക, ആ ചോദ്യങ്ങൾ നിരന്തരമായി ഉന്നയിക്കുക എന്നതാണ്. ആ ചോദ്യങ്ങൾ ഉന്നയിച്ച ശേഷമാണ് പ്രതികൾക്ക് കോടതിയിൽ ഹാജരാക്കാനുള്ള തെളിവുകൾ ഹാജരാക്കുന്നത്. അതിനുശേഷമാണ് സാക്ഷികളെ ഹാജരാക്കുന്നത്. ആ സാക്ഷികളുടെ വിസ്താരത്തിലേക്ക് പോകുന്നത്. ഈ പ്രതിഭാഗം, ഈ 11-12 പ്രതികൾ, ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ, പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ എത്ര ഡിഫൻസ് സാക്ഷികളെ, അതായത് പ്രതിഭാഗം സാക്ഷികളെ ഹാജരാക്കുന്നു എന്നത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ പട്ടിക ഇതുവരെയും ഈ വിചാരണ കോടതിയിൽ നൽകിയിട്ടില്ല. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അന്തിമമായ വാദത്തിലേക്ക് പോകുന്നത്. അങ്ങനെ അന്തിമമായ വാദം എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നതാണ് കോടതി ഉന്നയിക്കുന്ന ചോദ്യം. 30 ദിവസമെങ്കിലും അന്തിമവാദം നീണ്ടു നിൽക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്.
അന്തിമവാദം 30 ദിവസം നീണ്ടു നിൽക്കുമെന്ന് പറഞ്ഞാൽ നേരെ അന്തിമവാദത്തിലേക്ക് പോവുകയല്ല, അതിനിപ്പുറം ഇനിയും സുദീർഘമായ നടപടിക്രമങ്ങൾ വിചാരണ കോടതിയിൽ ബാക്കിയുണ്ട് എന്നാണ്. ഏറ്റവും കുറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ കണക്കൂട്ടുന്നതനുസരിച്ച് തന്നെ ഡിസംബർ മാസത്തിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ജനുവരി മാസത്തിലേക്ക് ഇതിൻ്റെ വിധിന്യായം അല്ലെങ്കിൽ ഈ അന്തിമവാദത്തിലേക്ക് എത്താൻ ഏറ്റവും കുറഞ്ഞത് ഡിസംബർ മാസത്തിലേക്ക് എത്തും എന്നതാണ്. സുപ്രീം കോടതി ഇങ്ങനെ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ വിചാരണ കോടതിയിൽ നിന്നും ദിലീപിൻ്റെ അഭിഭാഷകന് എന്തുകൊണ്ട് ഇത്രയും സമയം ലഭിച്ചു എന്നതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം, സുപ്രീം കോടതി തന്നെ ഉയർത്തുന്ന ചോദ്യം. അതുകൊണ്ടാണ് ആ ചോദ്യം 8ാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ ഈ 261 സാക്ഷി അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു എം പൗലോസിനെ ഇത്ര സുദീർഘമായി വിസ്തരിച്ചത് അത്ഭുതപ്പെടുത്തുന്നു എന്ന് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത്. ജസ്റ്റിസ് അഭയ് എസ് ഓഖ നിരീക്ഷിക്കുന്നത് 2-അംഗ ബെഞ്ചാണ്. ആ 2-അംഗ ബെഞ്ചിന് മുന്നിലേക്കാണ് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഉണ്ടായിരുന്നത്. ആ ജാമ്യാപേക്ഷയിലാണ് കഴിഞ്ഞ തവണ കോടതി ചോദിക്കുന്നത് ഈ ഇത്ര വിസ്താരത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അറിയിക്കണം. 261 സാക്ഷി അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു എം പൗലോസിനെ സാക്ഷി വിസ്താരത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അറിയിക്കണം എന്ന് പറയുന്നത്. അതിനാണ് സംസ്ഥാന സർക്കാർ മറുപടി നൽകുന്നത്. ഇത് ഈ സാക്ഷിയെ മാത്രം, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാത്രം 85 ദിവസത്തിലധികം വിസ്തരിച്ചിട്ടുണ്ട് എന്നത്. അത് കഴിഞ്ഞ മാസത്തെ കണക്കാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മൾ തന്നെ ശനിയാഴ്ച കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് 109 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു എം പൗലോസിനെ 8ാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ ബി രാമൻ പിള്ള വിസ്തരിച്ചു എന്നതാണ്. 109 ദിവസം, അതായത് ഇക്കൊല്ലം ജനുവരി 4-ന് ആരംഭിച്ച സാക്ഷി വിസ്താരമാണ്. ഒരു സാക്ഷിയുടെ വിസ്താരമാണ് ഇത്രയും നാൾ നീണ്ടത്, 8 മാസത്തിലധികം നീണ്ടത്. ഈ 8 മാസത്തിലധികം നീളുമ്പോൾ ആ സാക്ഷി വിസ്താരത്തിൻ്റെ വിശദാംശങ്ങൾ കോടതി രേഖപ്പെടുത്തുന്നത് 2830-ലധികം പേജുകളിലാണ്. അതായത് അത്രയും സുദീർഘമായ വിസ്താരമാണ് നടന്നത് എന്നാണ്. സംസ്ഥാന സർക്കാർ ഈ സുദീർഘമായ വിസ്താരത്തെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന വിമർശനം നിരന്തരം ഈ 8ാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകൻ ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുന്നു, വിസ്താരം ആവർത്തിക്കുന്നു, കഥകൾ മെനയുകയാണ് എന്നടക്കമുള്ള വിമർശനങ്ങൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയുടെ മുന്നിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ സംസ്ഥാന സർക്കാർ ശക്തമായ രീതിയിലാണ് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കുന്നത്. പൾസർ സുനി സമൂഹത്തിന് ഭീഷണിയാണ് എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അറിയിക്കുന്നു. പൾസർ സുനി നിരവധി കേസുകളിലെ പ്രതിയാണ് എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് മറുപടിയായി സംസ്ഥാന സർക്കാർ പറയുന്നു. കാരണം ഈ പ്രതിക്ക്, 1ാം പ്രതി പൾസർ സുനിക്ക് ആൻറ്റിസിഡൻസ്, അതായത് മുൻകാലങ്ങളിൽ ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന കാര്യമാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ആ ചോദ്യത്തിനാണ് പറയുന്നത് പൾസർ സുനി നിരവധി കേസുകളിലെ പ്രതിയാണ്. അത് പട്ടികയടക്കം സുപ്രീം കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ 8ാം പ്രതിയുടെ അഭിഭാഷകനാണ് ഈ വിചാരണ ഇത്രയും നീട്ടാനുള്ള കാരണം എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല 450-ലധികം സാക്ഷികൾ ഈ കേസിലുണ്ട്. പക്ഷേ 261 സാക്ഷിയോടുകൂടി തന്നെ, സാക്ഷിയുടെ സുദീർഘമായ വിസ്താരത്തോടുകൂടി തന്നെ ഈ കേസിലെ സാക്ഷികളുടെ വിസ്താരം അവസാനിപ്പിക്കുകയാണ്. 261 സാക്ഷികളെയാണ് ഈ കേസിൽ ഇതുവരെയും വിസ്തരിച്ചത് എന്ന കാര്യവും കൂടി കേസിൽ ഇനി സാക്ഷികളെ വിസ്തരിക്കാനില്ല എന്നുകൂടി അറിയിക്കുകയാണ്. മാത്രമല്ല അങ്ങനെ സംസ്ഥാന സർക്കാർ ശക്തമായി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ തടയാൻ നിലപാടെടുക്കുമ്പോൾ, ശക്തമായ രീതിയിൽ തന്നെ എതിർക്കുമ്പോൾ പോലും പൾസർ സുനിക്ക് ജാമ്യം നൽകുന്നു സുപ്രീം കോടതി. പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം നൽകുന്നതിന് അടിസ്ഥാനപരമായ കാരണം വിചാരണ ഇങ്ങനെ നീളുന്നു എന്നതാണ്. അതായത് ജാമ്യമാണ് പ്രധാനം, ജയിലല്ല, ജാമ്യമാണ് നൽകേണ്ടത് എന്നതാണ് സുപ്രീം കോടതി ഏറ്റവും ഒടുവിൽ പോലും എടുത്തിരിക്കുന്ന തത്വം. അതുകൊണ്ട് തന്നെ ഒരു പ്രതിയെ അനന്തമായി ജയിലിലിടാനാകില്ല, അയാൾക്ക് ജാമ്യം നൽകേണ്ടതുണ്ട്. മാത്രമല്ല കേസിലെ മറ്റെല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ട്, തനിക്ക് മാത്രമാണ് ജാമ്യം ലഭിക്കാത്തതെന്ന് പൾസർ സുനിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുകൂടി പരിശോധിച്ച ശേഷമാണ് ഈ കേസിൽ പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം നൽകുന്നത്. ഇനി വിചാരണ കോടതിയിൽ, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടക്കാനിരിക്കുന്ന വിചാരണയുടെ അടുത്ത ഘട്ടം എന്നത്
ഈ സാക്ഷികളുടെ പ്രതികളോടുള്ള കോടതിയുടെ ചോദ്യങ്ങളാണ്. ക്രിമിനൽ നടപടിക്രമം 313 വകുപ്പ് അനുസരിച്ച് പ്രതികളോടുള്ള കോടതിയുടെ ചോദ്യങ്ങളാണ്. ഈ പ്രതികളോട് കോടതി ചോദിക്കുമ്പോൾ ഓരോ ചോദ്യങ്ങളും തയ്യാറാക്കണം. അത് ആ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് കഴിഞ്ഞ സാക്ഷി വിസ്താരങ്ങളുടെയും കോടതിയുടെ മുന്നിൽ വന്ന വസ്തുതകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ചോദ്യങ്ങൾ തയ്യാറാക്കി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒന്നാമതായി ചോദ്യം ഉന്നയിക്കേണ്ടത് പൾസർ സുനിയോടാണ്. അങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പൾസർ സുനി എന്ത് നിലപാടെടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം. അത് ഒരുപക്ഷെ 8ാം പ്രതി ദിലീപിന് അനുകൂലമായ ഒരു നിലപാടായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൾസർ സുനിയുടെ നിലപാട് മാറുമോ എന്ന് പ്രോസിക്യൂഷന് ആശങ്കയുണ്ട്. അങ്ങനെ ആശങ്കയുണ്ട് എങ്കിൽ പോലും പ്രോസിക്യൂഷൻ പ്രതീക്ഷിക്കുന്നത് 8ാം പ്രതി ദിലീപിന് എതിരായ നിരവധിയായ തെളിവുകൾ, ഗൂഢാലോചന എന്നത് നിയമത്തിൽ തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പക്ഷേ അക്കാര്യത്തിൽ വലിയ ആഴത്തിലുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം. അക്കാര്യത്തിൽ നിരവധി തെളിവുകൾ പുറത്തേക്ക് വന്നിട്ടുമുള്ളതാണ്. എന്നിട്ടും വിചാരണ നീളുകയാണ്. അതിലാണ് സുപ്രീം കോടതി അത്ഭുതം കൂറിയിരിക്കുന്നത്.